നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ ചൊല്ലല്ലേ ഒരു ആലിമ മരിക്കറ ചൊല്ലുമ്പോ ഒരു കബീലയിലെ ഒരു കുടുംബത്തിലെ എല്ലാവരും ആൽമാര് മരിക്കറാണ്ടി ഒരു ആലിമ മരിക്കുന്നതിന് ശ്രേഷ്ഠത ഉണ്ടുണ്ട്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മിത്തബൈൽ ഉസ്താദ് വഫാത്തായപ്പോ ആൽമാര് ഒരുങ്ങി വന്നത് ഒരു കുടുംബക്കാരെ എല്ലാവരും മരിച്ചതിനേക്കാൾ ഒരു റായത്രങ്ങ എല്ലാവരും മരിച്ചതിനേക്കാൾ ഒരു ഡിസ്ട്രിക്റ്റിൽ എല്ലാവരും മരിച്ചതിനേക്കാൾ ഏറെ ആൾമാർ ഓടി വന്നിട്ട് ആ മയ്യത്ര ലാസ്റ്റർ മുഖം നോക്കുകയോ കാത്തു വെച്ചിരുങ്ക എന്റെ പ്രിയപ്പെട്ടവരെ കാരണം എന്ത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പിടിച്ച കൊടി പിടിച്ചതായിട്ടിക്കറ് ആ സമസ്തത്തിക്ക് വേണ്ടി ജാവും പോലെ കഷ്ടപ്പെട്ടത് കൊണ്ടായിട്ടിക്കറ് SKSSF ശക്തി പകർന്നത് കൊണ്ടായിട്ടിക്കറ് ഇവിടെ ബിദ്അത്തുകാർ പറയുമ്പോൾ അതിക്ക് വേണ്ടിയുള്ള ശക്തമായ പലക ചെന്നത് കൊണ്ടായിട്ടിക്കറ് അല്ലാഹു ഖബൂലിയത്ത് കൊടുത്ത കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട മുത്തബൈൽ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദീന്റെ ഈ ലോകത്ത് നടത്തുക വേണ്ടി 1,24,000 അമ്പിയാക്കളെ കടത്തിര. അതിൽ ഒന്നാമത്തെ നബിയായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വരുമ്പോ ഫൈന്നി ഐതിയന്നകും മിന്നി ഹുദം ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റൂൾസുകൾ ഒരുപാട് മെത്തേഡുകൾ തണ്ട് അതെല്ലാം പരിപൂർണമായി സ്വീകരിച്ചു കൊണ്ടൊരു ജീവനം നടത്തുന്നുണ്ട്. പരിശുദ്ധമായപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം ചെന്നിട്ടായിട്ട് ഈ ഭൂമി ലോകത്തേക്ക് കടത്തിരെ. രണ്ടാമത് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയെ ഈ ദീന് പരിശുദ്ധമാകപ്പെട്ട ദീന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പാട്ടുമ്പോ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലും വമാ അതാകുമുർ റസൂലു ഫഖുദുഹു വമാ നഹാകും അൻഹു ഫന്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥമായ ദീന്റെ വെളിച്ചം നിങ്ങൾക്ക് കാട്ടിത്തരുമ്പോ അത് യഥാർത്ഥമായ തെരു നിങ്ങൾക്ക് കാട്ടിത്തരുമ്പോ ആ തെറു പിടിച്ച് നടക്കുന്നത് നിങ്ങളെ കടമയായിട്ട് ബാധ്യത ആയിട്ട് കടപ്പാടായിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പാട്ടിയതിന് പിന്നെ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയതിന്റെ ശേഷം ഒരുപാട് ആൾക്കാർ ഒരുപാട് ഭിന്നഭിപ്രായങ്ങൾ ബന്ധാൻ ആ ഭാഗത്തേക്ക് കിടക്കില്ല. ആയങ്ക ഇന്നത്തെ കാലത്ത് പോലും ആ ഭിന്നഭിപ്രായം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1926 ആ ടൈമിലോ അതിന് മുന്നുള്ള ടൈമിലോ ഒരു ചർച്ച ബന്ധ മൗലൂദ് തീര രാതീബ് തീര കുതുബിയത്ത് തീര ഇണ്ടും ചില ആൾമാർ കേൾക്കുന്ന ക്വസ്റ്റ്യൻ റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടല്ലേ ഉസ്താദ് മൗലൂദ് ഉണ്ടാ മൗലൂദ് ശിർക്കാണ്ട് മൗലൂദ് ഉണ്ട മൗലൂദ് ശിർക്കാണ്ട് എന്ത്ര ശിർക്ക് എന്ത്ര മൗലൂദ് ചെല്ലത് പോലും ഗൊന്തില്ലാത്ത പല ആൾമാരുടെ പല വാക്കുകൾ കേട്ടിട്ട് പലക്കെ കേട്ടിട്ട് ബാലക്കാരുടെ മനസ്സിൽ ശിർക്ക് ചെല്ലത് മാത്ര ഉയർന്നു വരുമ്പോ മൗലൂദിന്റെ വിഷയത്തിക്ക് വേറെന്ത് വേണ്ട. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കേൾക്കറെ യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ അംദദിഹക യാ റസൂലല്ലാഹ് നബിയേ ഞാൻ നിങ്ങളെ മദ്ഹ് ചൊല്ലുക ഞാൻ ഉദ്ദേശിക്കുന്ന നബിയെ മൗലൂദുൽ മദഹുള്ള ഞാൻ നിങ്ങളെ മദ്ഹ് ചൊല്ലുക ഉദ്ദേശിക്കുന്ന നിങ്ങളെ സമ്മതം മണ്ട് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടില്ല നന്റെ മദ്ഹ് ചൊല്ലുക നീ ആറ് വേണ്ട ചെല്ലണ്ട അണ്ട് ചെന്നിട്ടില്ല ഖുൽ നബിയെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒട്ടിക്ക് നബി തങ്ങൾ ചെല്ലറോ പിന്നൊരു പലക്കച്ചലുണ്ട് ലാ യഫ്ദലില്ലാഹു ഫക അബ്ബാസ് തങ്ങളെ നിങ്ങ വഫാത്താവുടോർത്തോളം നിങ്ങളെ ബായിക്ക് നിങ്ങ മദീ ചെന്നിട്ടായെങ്കിൽ നിങ്ങളെ ബായിക്ക് ഒരു കേട് പറല്ല. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്തായ 90 വർഷത്തിൽ വഫാത്താകുമ്പോ ഒരു പല്ല് പോയിട്ടില്ല, ഒരു പല്ല് നമ്മളെ വന്നിട്ടില്ല, ഒരു ബായിക്ക് ഒരു രോഗം വന്നിട്ടില്ല, ഒരു പല്ലാടിട്ടില്ല. നബി തങ്ങ ചെന്നര് നന്റെ മദീ നിങ്ങൾ ചെല്ലറോ ടൈമിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിക്ക് തക്ക പ്രതിഫലമായി നിങ്ങളെ ബായിക അല്ലാഹു തആല ലാ യഫ്ദലില്ലാഹു ഫക അല്ലാഹു തആല നിങ്ങളെ ബായിക ഒരു കുഴപ്പം തരല്ല, ഒരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തരല്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയ ഇത് സാധാരണ വിവരിക്കുക ഇത് എവിടെമാ കിട്ടിയത് വലിച്ചു കൊണ്ടുവന്നതല്ല. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബൈഹഖി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ മഹാനായ ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇങ്ങനെ 2-3 ഹദീസുകൾ അംഗീകരിക്കപ്പെട്ടോ ഹദീസിൽ ഗന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പാട്ടിയോ ഈ മൗലൂദ് ശിർക്കുണ്ടല്ലോ ചെന്നിട്ട് ഇങ്ങനെ പഠിപ്പാട്ടി കൊണ്ടിരിക്കുമ്പോ
1926 കാലത്തിലായിട്ട് ഇങ്ങനെ പോയെങ്കിൽ ശരിയാവല്ല. ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനം വേണോ. ഇത് പ്രസ്ഥാനം ചെല്ലത് SKSSF ആവട്ടെ, സമസ്ത ചെല്ലത് പ്രസ്ഥാനം അല്ല. ഇതൊരു അള്ളാന്റെ ദീന്റെ പാർട്ടി. ഇത് അള്ളാന്റെ ദീന്റെ നേരായ തെരുത്ത് കാട്ടി തന്റെ പാർട്ടി. ഇത് ആർക്കും ഗലട്ടാക്കുള്ള പാർട്ടിയല്ല, ആരെ ഭിന്നഭിപ്രായമുള്ള പാർട്ടിയല്ല. ഇത് യഥാർത്ഥ ഹക്കായ പാർട്ടി ആയിട്ട് ഈ തെരുവായിട്ട് ബഹുമാനപ്പെട്ട മഹദി ഇമാം റളിയല്ലാഹുവിന്റെ കയ്യിൽ എത്ര കൊടി. ആ കൊടി പിടിച്ചത് 1925 ചർച്ച നടന്നിട്ട് ഞങ്ങൾക്കൊരു ഈ ശിർക്കിന്റെ ചെന്ന് നടന്നിട്ടുള്ളാറ് എന്തെങ്കിലും തേരുവേണ ചൊല്ലുമ്പോ ലാസ്റ്റ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന്റെ നേതൃത്വത്തിൽ ഒരു സഭ നടന്നിട്ട് ആ സഭ നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഔലിയാക്കളെ കറാമത്തിനെ കണ്ടു തുടങ്ങരുത്. ബഹുമാനപ്പെട്ട വർക്കൽ മുല്ലക്കോയ തങ്ങൾ ചെല്ലുമ്പോ സാധാരണ തോക്കസ്തത ചെല്ലല് നിങ്ങളെ ഖാദിയായ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തോക്കസ്തത ചെല്ലല്ലേ ആകാശത്തിൽ അണ്ടൊരു നക്ഷത്രം ഉദിച്ചിട്ട് ബഹുമാനപ്പെട്ട വർക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ ലോകത്തേക്ക് പുനർജന്മ ജനിച്ചു വരുമ്പോൾ ചെല്ലുമ്പോ ആ മഹാൻ വന്നിട്ടൊരു സഭ വിളിച്ചിട്ട് അന്റെ ദുആർക്കർ പടച്ച തമ്പുരാന്റെ ദുആർന്നതിൽ പിന്നെ ഒരു പലക്ക ചെല്ല്. ഈ സഭ ചെല്ലത് സാധാരണ സഭയല്ല, ഇത് ഔലിയാക്കളുടെ സഭയായിട്ട് ഔലിയാക്കളുടെ സംഘടനയായിട്ട് എന്റെ ഈ സദസ്സില് സുബഹി നിസ്കരിക്കുക വേണ്ടി മക്കത്തെ പള്ളിയിലുള്ള മനുഷ്യ പോലും ഈ സദസ്സിൽ ഒരു ആലിമുണ്ട് ചൊല്ല്. അന്നത്തെ കാലത്ത് വിമാനം ഇല്ല, കപ്പുള്ള ഹജ്ജിക്ക് പോണ്ട കാല. ഇന്റെ സുബഹി നിസ്കരിക്കുക മക്കത്തെ പള്ളിയിലുള്ള ആള് ഈ സദസ്സിലുണ്ട് ചെല്ലുമ്പോ അയാള് അപ്പമേ ഒരു ബേജാറായിട്ട് അയാൾ നിന്റെ എഞ്ചിന്റെ കേക്കറ് ആ ചെന്നാൽ നാനായിട്ട് ആയങ്ക നന്റെ മുന്നോളത്തെ സഫൽ ആരിന്നാറുണ്ട് കേക്കറുണ്ട്. അത് ബഹുമാനപ്പെട്ട വർക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു ആ മഹാന്റെ കൈ കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമാകപ്പെട്ട ഈ ദീന് ഇങ്ങനെ നടന്നു പോയിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 1926 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കയ്യാൽ ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് എന്തിരെ ഇവിടെ ഉലമാക്കളാക്കിയ സ്വറയന്ത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കണോ. ഇവിടെ ഉലമാക്കളാക്കിയ സ്വറ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതൊരു പ്രസ്ഥാനത്തെ നിങ്ങൾ കൊടിപിടിച്ച കാരണം കൊണ്ടായിട്ട് ഇതിന്റെ ദീനിയായ ഒരു സംരംഭമുണ്ട്. ഈ ഇന്ത്യയിലെ ഏറ്റവും അധികം മുസ്ലിമുള്ളറായ ഉത്തർപ്രദേശ് 3,7,00,000 ആൾമാർ മുസ്ലിമുള്ള ഉത്തർപ്രദേശത്തില് ബംഗാളില് 2,7,00,000 ആൾമാരുള്ള അവിടെ ഇന്നും ബഹുമാനപ്പെട്ട നിങ്ങളെ പ്രിയങ്കരനായ നേതാവ് ബഹുമാനപ്പെട്ട നിസ്വാർത്ഥ ಬದುಕಿನ ನಿಷ್ಕಳಂಕ ಗುಣ ಸ್ವಭಾವದ ಕರ್ಮಯೋಗಿ ತಾಳಲಾಗದ ಪ್ರಯಾಸಗೊಂಡ ಮನದಲ್ಲಿಟ್ಟು ನೆಮ್ಮದರಸುವ ಮನಸ್ಥಿತಿಯ ಮನುಷ್ಯ ಹೃದಯಗಳಿಗೆ ಪೌರ್ಣಮಿಯ ಪ್ರಭೆಗೊಟ್ಟ ರಜಿತ ಸೂರ್ಯಕಿರಣ ಬಹುಮಾನ್ಯರಾದ ಇರ್ಷಾದ್ ದಾರ್ಮಿ ಜಜ್ಹರಿ ಮಿತ್ತಬೈಲು ಇದೀಗ ನಮ್ಮ ವೇದಿಕೆಯನ್ನು ಅಲಂಕರಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ഈ സമുദായത്തിന് ഇനിയും ഒരുപാട് കാലം നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അണ്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ കൊണ്ട് ചൊല്ലു ഇന്നകും ഫീ സമാൻ കസീരിൻ ഫുഖഹാ ഖലീലുൽ ഖുതബ വഖലീലുൻ സായിലു വകസീറുൻ മുഅ്തു. അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ല ഹദീസ് നോക്കൂ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആലിമീങ്ങൾ ഉള്ളാറ് കേക്കറങ്ങ കൊറടി പ്രസംഗിക്കറങ്ങ കൊറടി ആയങ്ക വകസീറുൻ മുഅ്തു കേട്ടതുക്കെല്ലാം ഉത്തരം ചൊല്ലുക കഴിവുള്ള ആൾമാർ ഇന്നത്തെ കാലത്തുള്ളാർ. അതുകൊണ്ട് ഇന്നത്തെ കാലം നിങ്ങൾ അമലാക്കറതായിട്ട് ഇൽമു പഠിക്കാന്റെ ഖൈറുണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ. പിന്നെ ചൊല്ലുക സയതി സമാനുൻ അലാ ഉമ്മത്തി തന്റെ ഉമ്മത്തിക്ക് ഒരു കാലഘട്ടം ഉണ്ട്. ആ കാലഘട്ടത്തില് പാണ്ഡിത്യം ഉള്ള ആലിമീങ്ങൾ കുറവായിട്ട് പ്രസംഗ അഞ്ഞഞ്ഞ് നടന്നുണ്ടിക്കര് കേട്ടത് ഉത്തരച്ചെണ്ട ആൾമാർ കൊടിയായിട്ട് അണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. ഇന്ന് നിങ്ങൾ അമലിയാറാക്കൂ. അണ്ടത്തെ കാലത്ത് നിങ്ങൾ ഇൽമിയാറെ പഠിച്ചിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുമ്പോൾ ഞാൻ 1-3 ചരിത്രം മാത്രം വിശദീകരിച്ച് ഞാൻ നിപ്പാട്ട്. ബഹുമാനപ്പെട്ട കന്നിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആലിമിയുടെ ദൗത്യം യഥാർത്ഥമായി തീർത്ത മഹാനായിട്ട് ആലിമിക്ക് എന്തൊരു ദൗത്യമല്ല അത് തീർത്ത മഹാൻ കന്നിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നിങ്ങൾ കേട്ടിട്ടിക്കുവാറു ബഹുമാനപ്പെട്ടവർ ഒരു മീറ്റിംഗിന് വേണ്ടി കോഴിക്കോട് ബന്ധു കോഴിക്കോട് മീറ്റിംഗ് ആയിട്ട് ബഹുമാനപ്പെട്ടവർ റായത്തേക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്നു. വാഴക്കാടേക്ക് പോകുമ്പോ അന്നത്തെ നാളില് വാഴക്കാടേക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ പോകുന്നു, ബസ് പോകണ്ടല്ലേ. ആ വാഴക്കാടേക്ക് ബോട്ടിൽ പോകുമ്പോ ബഹുമാനപ്പെട്ട കന്നിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബോട്ടിൽ ഇങ്ങനെ റായത്തേക്ക് പോയിട്ട് ഇളിഞ്ഞിട്ട് അതേ ബോട്ടിൽ ചെന്ന് നക്കിപ്പോ പോണു പെറോ
ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് തിരിച്ചു വന്ന് എന്തി കൊണ്ടുണ്ട തിരിച്ചു വന്നത് പോയ ബോട്ടിൽ തിരിച്ചു വന്നാറ് ഒരു കലാഹത്ത് പോലും ആകാത്ത അള്ളാഹുവിന്റെ വലിയെന്ന് എല്ലാവരും നിശംസമയായി ചെന്ന് മാത്രമല്ല അള്ളാന്റെ ഹബീബ് സ്വപ്നം കണ്ടപ്പോ കിനവ് കണ്ടപ്പോ നക്കത് ഹബീബുണ്ട് ഉറപ്പിക്കണമെങ്കിൽ നബിയെ നിങ്ങളെ മുതുകിലുള്ള ഹാത്തം അതായത് നിങ്ങളെ നബി ചെല്ലുന്ന ഒരു സീലുണ്ടല്ലേ ആ സീല് കാട്ടിങ്കിൽ മാത്രം നബീന്റെ ഞാൻ ഉറപ്പിക്കലുണ്ട് ചെന്ന് അത്രയും ഉത്കൃഷ്ടനായ ദൃഢവിശ്വാസിയായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പെറോബന്ത് എന്തി കൊണ്ടുണ്ട് പെറോബന്നത് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ SKSF ചെറുപ്പക്കാരെ ബാലക്കാരെ ക്യാമ്പസ് വിംഗിലുള്ള ബാലക്കാരെ ഈ ഒരു പാഠം ഞങ്ങളുടെ ജീവിതത്തിൽ വേണു ആ കണ്ണിയത്ത് ഉസ്താദ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നിരിക്കുമ്പോ ഒരു മുസ്ലിമായ ബാലക്കാരെ നോക്കിയിട്ട് ആ ബാലക്കാരെ തലക്ക് തൊപ്പി ഇട്ടിട്ടില്ലാണ്ട് ആ തൊപ്പിയിടാത്ത ആളെ കണ്ടിട്ട് മറന്നിട്ട് പോയിട്ട് ബഹുമാനപ്പെട്ടവർ തൊപ്പിയിടാത്ത ആളെ തലക്ക് തൊപ്പിയിട്ട് പാട്ടത് എന്റെ ഹബീബിന്റെ സുന്നത്ത് ആ സുന്നത്ത് ഞാൻ ഹയാത്താക്കുക വേണ്ടി ആ യുവാവിനോട് ആ ബാലക്കാരൊട്ടിക്ക് നാ ചെന്നില്ലല്ലേ നാ പോയിട്ട് ചെല്ലണ്ടം ഞാൻ മരിച്ചെങ്കിൽ അള്ളാഹുനൊട്ടിക്ക് എന്റെ ദൗത്യം ഞാൻ കേൾക്കപ്പെട്ടത് അള്ളാഹു എന്റെ ഇതിനു വേണ്ടി കേക്കൊണ്ട് ചെന്നിട്ട് ആ ബോട്ടിൽ ഇഞ്ഞിട്ട് പിറവ് വന്നിട്ട് ആ യുവാവിടെ തെരഞ്ഞു ശുരുവാക്കിയിട്ട് ആ യുവാവിയോട് ബസ്സത്ത് പോയിരാ എന്റെ പ്രിയപ്പെട്ടവരെ ഇതായിട്ട് ഒരു ആലിമയുടെ കടമ ആലിമ ചെന്നിട്ടായെങ്കിൽ കുന്തും ഖൈറ ഉമ്മ നിങ്ങളായിട്ട് ഏറ്റവും നല്ല സമുദായം തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ ആലിമ ചെന്നിട്ടായെങ്കാറ് തൻഹൗന അനിൽ മുൻകർ മോശമായത് കാണുമ്പോൾ വിരോധിക്കുകയും നല്ലത് കൽപ്പിക്കുകയും ചെയ്യണോ ഒരു സുന്നത്ത് പോലും നിസ്സാരാക്കോ തീരാ ചെല്ലൊരു അവസ്ഥയിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ ബാലക്കാരെ തേടി വന്നെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ തലയിൽ തൊപ്പി വേണം ഞങ്ങൾ SKSF ചൊല്ലുമ്പോ സുന്നത്ത് ഹയാത്താക്കുന്നു ഞങ്ങൾ മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ് ഇത് വാൾ ചൊല്ലുക മാത്രം ഉള്ളതല്ല നിന്റെ ഫസാദായി പോണ്ട ഉമ്മത്തിന്റെ കാലഘട്ടത്തിൽ SKSF ചെറുപ്പക്കാര ബാലക്കാര നിന്റെ തലയിൽ തൊപ്പി വേണം മാത്രമല്ല നിന്റെ പ്രിയപ്പെട്ട ചങ്ങായി നിന്റെ തലയിൽ തൊപ്പി വേണം മാത്രമല്ല തലക്ക് വെക്കുക അവസ്ഥയെങ്കിൽ നിന്റെ കീസിലെങ്കിലും ഒരു തൊപ്പി വെച്ചിട്ട് ആ സുന്നത്ത് ഹയാത്താക്കി ഒരു SKSF യഥാർത്ഥമായ ഒരു അഭിമാനിച്ചുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുന്നു അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിൽ പിന്നെ ബന്ധ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ശംസുൽ ഉലമ കഥ കേട്ട് നിങ്ങൾക്ക് മീയായി എന്തിക്ക് ഏറെ പോണു ചെമ്മ ദൂരത്തറയത്തിന്റെ പോകണ്ട ഇപ്പൊ നടന്ന നിൽക്കുന്ന കഥ നിങ്ങൾ കേൾക്കുറു മാടന്നൂർ പോയിട്ട് ഇപ്പൊ നിങ്ങൾ കേൾക്കുറു മാടന്നൂരുടെ മുട്ടമേലെ നമുക്ക് മാടന്നൂർ ഉദവി കോളേജുള്ള പക്കായ മാടന്നൂർ പോയിട്ട് കേൾക്കുറു മല വരുമ്പോ ദുആർക്കോ വേണ്ടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും മൻ സയ്യന ലാഹിറഹു ബിൽ മുജാഹദ് ഹസനല്ലാഹു സറായിറഹു ബിൽ മുശാഹദ് ബഹുമാനപ്പെട്ട അള്ളാന്റെ ഹബീബ് ചൊല്ല് ആരെങ്കിലും ഇൽമു കൊണ്ട് അള്ളാഹു കൊടുത്ത നൂറാനിയത്തായ ഇൽമ ഇങ്ങനെ സ്വീകരിച്ചിട്ട് ഇൽമു പ്രചരിപ്പിച്ച് നടന്നിട്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഗൊന്തില്ലാത്ത പല കാര്യങ്ങൾ അവൻക്ക് നടപ്പാട്ടി കൊടുക്കുകയുള്ള ശക്തി അള്ളാഹു കൊടുക്കുന്നുണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മലക്ക് വേണ്ടി ദുആർക്ക് മാടന്നൂർക്ക് ಬಂತು മാടന്നൂരിൽ ಬಂದು ദുആർന്നിട്ടിരിക്കുന്ന ടൈമിലോ ദെച്ചിട്ട് പ്രസംഗിച്ച ഇന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു ആവേശം വന്നപ്പോൾ മെല്ലെ എഞ്ചി നിന്നിട്ടില്ല മെല്ലെ എഞ്ചി നിൽക്കുമ്പോൾ അവിടുത്തെ മൈക്കർ ഓപ്പറേറ്റർ വന്നിട്ട് ആ സ്റ്റാൻഡ് മേലാക്കി നോക്കുമ്പോൾ ശംസുൽ ഉലമ ചെന്തുള്ള തൊടണ്ട ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തൊടണ്ട ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആ മൈക്കത്തെ സ്റ്റാൻഡ് ശംസുൽ ഉലമ എവിടെ നിன்ற അതേ മൂത്ത് ഇങ്ങനെ ആ മൈക്കത്തെ സ്റ്റാൻഡ് ആരും തൊടണ്ട ഇങ്ങനെ മേലെ പോയിട്ട് ശംസുൽ ഉലമ വാലാക്കറ മുട്ട ബായിര മുട്ട പോയി നിന്ന് അതായിട്ട് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് DNA ടെസ്റ്റ് ഈയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് അല്ലേ DNA ടെസ്റ്റ് അല്ലേ ആവേശം ഇങ്ങനെ പറഞ്ഞു DNA ടെസ്റ്റ് എന്നെങ്കിൽ അതിനാണ്ട് ഇവരെ ടെസ്റ്റ് ഉണ്ടാ ഏറ്റവും ലാസ്റ്റ് ഉള്ള ടെസ്റ്റ് ആയിട്ട് DNA ടെസ്റ്റ് ആൺകിടവ പെൺകിടവ ആരത പെണ്ണത് ലാസ്റ്റ് ഒരു പലക്കായിട്ട് DNA ടെസ്റ്റ് ആയിട്ട് 6 കിട കൊണ്ട് ചൊല്ലൊക്കെ പോണ്ടോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കോഴിക്കോട് ഓഫീസിൽ വെച്ചണ്ടിക്കുമ്പോ ശംസുൽ ഉലമ മുട്ട വന്നാറ് ഒരു പാർട്ടി ജണ്ട് പാർട്ടി വന്നിട്ട് വിഷയം ഇങ്ങനെ മങ്ങിലായിട്ട് ഒലിമ്പ് തിങ്കളായിട്ടില്ലേ ഉങ്കൽഫു പോയിട പിന്നെ 8 തിങ്കളാകുമ്പോ പെത്രാണ് അപ്പ മാപ്പിള ചെല്ല ഇങ്ങനെ നന്റെ കിടാവല്ല ഇത് ഓൾ 8 തിങ്കളാകുമ്പോ പെത്രാണ് അങ്ങനെ ലാസ്റ്റ് ശംസുൽ ഉലമ വന്നാറ് ശംസുൽ ഉലമ എടുത്ത് അത് നിന്റെ മോന്റെ കിടാവ് പോയിട്ടാകുമ്പോ എനിക്കൊരു സംശയം ഇങ്ങനെ പോയിട്ട് DNA ടെസ്റ്റ് ആക്കിയാറ് DNA ടെസ്റ്റിൽ വന്നത്
ഓണ്ട കിടാവല്ല വേറെ കിടാവുണ്ട്. സുബ്ഹാനല്ലാഹ്. സംസുലമ ചെന്നത് കലവായി പോയിട്ടല്ലേ. തിരിച്ചു വന്നാൽ ഓഫീസിൽ എന്തോ ഉസ്താദ് നിങ്ങളിട്ടൊരു ഞങ്ങൾ പ്രതിവിധി കേൾക്കോ വന്നോ നിങ്ങൾ ചെന്നാറ് ನನ್ನ ಮೋಂಡ ಗಿಡ ಉಂಟು അവിടെ DNA ಟೆಸ್ಟ್ ನೋಕುമ്പോൾ ನನ್ನ ಮೋಂಡ ಗಿಡವಲ್ಲ ಒಕ್ಕ ಸಂಸುಲ್ ಉಲಮಾ ಜಂತೆ ഇത് ശംസുൽ ഉലമ അല്ലാഹു തന്ന മഹത്തായ അറിവ് കൊണ്ടായിട്ട് ചെല്ലര അതിന്റെ മോണ്ട കിടാവേണ്ട DNA ടെസ്റ്റ് ಅಂತಿ വലിയമായി പലവര ആലിമു ചെല്ലതുണ്ട് അങ്കൂർ തലക്ക് വന്ന് കേസ് ഹൈക്കോടതി തോളി എത്തിയിട്ട് ഹൈക്കോടതി എത്തിയപ്പോൾ ചെന്നാറ് DNA ടെസ്റ്റ് ആക്കണം ലാസ്റ്റ് രണ്ടാമത്തെ DNA ടെസ്റ്റ് ആക്കി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫസ്റ്റ് DNA ടെസ്റ്റ് പോലും കണ്ടുപിടിക്കാവാത്ത രൂപത്തിലും പലക ചെന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചെന്ന അതേ പലകത്ത് നിന്റെ മോണ്ട കിടാവല്ലണ്ട് വേറെ കിടാവല്ലാണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചരിത്രങ്ങൾ നീണ്ടു പോകുന്ന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കാലമ്പാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരെ കാലമ്പാടി ഉസ്താദ് കറുത്ത മനുഷ്യനായിട്ട് ഇതിന്റെ ഇവിടെ ഫൈദ് ഉസ്താദിനെ പോലത്തെ ഒരുപാട് ഫൈസി ഉസ്താദുമാർക്ക് ദർശനയുടെ പാട്ടി കൊടുത്ത് വലിയ മഹാനായിട്ട് കാലമ്പാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ لم يقبل المفتاح من أودادي കാലമ്പാടി ഉസ്താദ് മുട്ടകും പോയിട്ട് ജബ്ബാർ ഉസ്താദ് തുല്യ സംഭവ നിങ്ങൾക്ക് വേണ്ടി കാറ് താക്കോലിങ്ങനെ കൊടുക്കുമ്പോ ചെന്നറോ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള സഭയിൽ വെച്ചിട്ട് പാസ്സാക്കി ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദിക്ക് യാത്ര ചെയ്യുക വേണ്ടി ഒരു കാറ് കൊടുക്കണം ചെല്ലുമ്പോ ഔത്തുക്ക് പോലും സരി ജാലില്ലാത്ത കാലമ്പാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ വിഷയം കിട്ടിയപ്പോൾ നേരെ പോയിട്ട് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന്റെ അടുക്കൽ പോയി ചെന്നോളാ നിങ്ങൾ നക്കാക്കിയ വലിയ ഗിഫ്റ്റ് ആയിട്ട് കാറ് ഓക്കെ പക്ഷേ നക്ക് ചെമ്മ ഇഷ്ട ഈ കാറ് നിങ്ങൾ തിരിച്ചെടുക്കണോ നക്ക് വേണ്ട നന്റെ സാധാരണ ബസ്സിൽ പോലെ യാത്ര ചെയ്തിട്ടാണ് പോണ്ടെന്ന് ചെന്ന് ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന് കൊടി പിടിച്ച ഈ കൊടിയായിട്ട് സമസ്തത്തെ കൊടി എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കുള്ള വിശ്വാസമല്ലേ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. CM വലിയുടെ മുട്ട പോയപ്പോ ചെന്ന പല കേന്ദ്ര കൊണ്ടുണ്ട ആ കടന്നു വന്നൊരു കറുത്ത മുസ്ലിയാറുണ്ടല്ലേ അയാൾ അല്ലാഹുടെ മഹാനായ ആരിഫായിട്ട് വലിയായിട്ട് മാത്രല്ല അയാളെ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കാലമ്പാടി ഉസ്താദ് പല ആൾമാരെ തമാശാക്കിയതൊക്കെ ഇന്റെ സ്വാമിക ജൈബിൽ ചെണ്ടുള്ള അല്ലാഹു ഞങ്ങളെ കാത്തു സലാമത്തിലാക്കട്ടെ. പ്രസിഡന്റായ സന്ദർഭത്തിൽ പല വാക്കുകൾ വന്നു നാണ് ചെല്ലെ ഞങ്ങിത് പറയുടെ സദസ്സല്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കില്ല എന്തുള്ള ചെന്ന റെക്കോർഡ് എടുത്ത് നോക്കി നിങ്ങൊന്താവൂ കാലമ്പാടി ഉസ്താദ് കാലൻ പോലെ ചെന്ന ആൽമാറിന്നാറ് കാലൻ ചെന്നിട്ടെങ്കിൽ ബോറിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ് മൂരിക്കൊരു കാലൻ മൂരി ചെന്നെങ്കിൽ പൈ മൂരി ചെന്നിട്ടെങ്കിൽ ഞങ്ങളെ ഈ പ്രസ്ഥാനത്ത് അങ്ങനെയല്ല ആക്കി ആ മഹാന്റെ കളിയാക്കി കാരണം ചെല്ലൂല്ല കാരണം തന്നെ ബഹുമാനപ്പെട്ട CM വലിയുള്ള ചന്ദ്രേന്ദ്ര ആ മഹാന്റെ സൂക്ഷിക്കുന്നത് വലിയ മഹാൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പിന്നെ പോയിട്ട് ചെമ്മ മഹാന്മാരെ കഥയുണ്ട്. ചെറുസേരു ഉസ്താദിന്റെ കഥ എടുത്തു നോക്കിയെങ്കിൽ ഇവിടെ ഇരുമുണർച്ചത് ബഹുമാനപ്പെട്ട ചെറുസേരു ഉസ്താദിയായിട്ടുണ്ട്. തലാഖിന്റെ വിഷയം പറഞ്ഞിട്ട് എന്തൊരു വിഷയം പറയുമ്പോ എല്ലാ വിഷയത്തിക്ക് വേണ്ടതുപോലെ ഹിക്മത്തോടെ ഉത്തരം കൊടുത്ത ബഹുമാനപ്പെട്ട ചെറുസേരു ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന്റെ കൂടെ നിന്ന് ബാക്കിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ചെറുസേരു ഉസ്താദ് ഈ മഹാന്മാരെല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയത് കൊണ്ട് ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് വഫാത്തായിട്ട് ഇതൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഉമറാക്കളുടെ അവസ്ഥ അതുപോലായിട്ട് ചെറുശ്ശേരി ഉസ്താദ് ഒരു നാൾ ബഹുമാനപ്പെട്ട മുസ്തഫൽ ഹുദവി ആ കോടി ഇന്ദുമുണ്ടല്ലേ അയാളുടെ പോയിട്ട് കേട്ടിങ്ങുണ്ടാവും ചെറുശ്ശേരി ഉസ്താദ് വിളിച്ചു ചെന്തോള ഈ വർഷം എനിക്ക് ഹജ്ജിക്ക് പോകാശയുണ്ടോ അതുകൊണ്ട് നിന്റെ ഞാൻ ഹജ്ജിക്ക് പോണ്ട് അൽ ഹിന്ദ്രോ അമീറായിട്ട് മുസ്തഫ ഹുദവി ഹജ്ജിക്ക് പോണ്ടോ 1500 2,000 ആൾമാരിക്കാറ് സ്വന്തം ഉസ്താദ് കൂടെ വരുമ്പോ ബുദ്ധിമുട്ടാവുണ്ട് വിചാരിച്ചപ്പാ ബഹുമാനപ്പെട്ടവർ എന്തും ചെന്നില്ല മുസ്തഫ ഹുദവി ചെന്താവട്ട് ഉസ്താദ് വരുണ്ടോ അങ്ങനെ ഹജ്ജിക്ക് വേണ്ടി പോകോ അന്റെ ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്
അള്ളാഹുവിന്റെ മഹാന്മാർ അള്ളാഹു സഹായിക്കണോ കുറോ. സാധാരണ മുസ്തഫ ഹുദവിയുടെ കൂടെ 1500 ആൾ ഹജ്ജിക്ക് പോണ്ടെങ്കിൽ അന്നത്തെ ഹജ്ജിക്ക് പോയത് 58 ആൾക്ക് മാത്രം ടിക്കറ്റ് കിട്ടരുത്, ഹജ്ജിക്ക് പെർമിഷൻ കിട്ടരുത്. ബഹുമാനപ്പെട്ട ചെറുശേരി ഉസ്താദും ചെറിയ മഹാനല്ല, ആ മഹാപണ്ഡിതർക്കും. അതുകൊണ്ടല്ലേ ശംസുലോളമ ദച്ചക്കസാരയില കുർസുലതെ പാട്ടിര്. എന്റെ പ്രിയപ്പെട്ട മോമിനെ, അങ്ങ് പിടിച്ച ഈ പ്രസ്ഥാനത്തെ അങ്ങ് മുറുകെ പിടിച്ചത് കൊണ്ട് അങ്ങ് ദിക്റുൽ സാലിഹീന കഫാറ. ഇവിടെ വാഴ് കേട്ടെണ്ട എന്തൊരു കിട്ടു ഉസ്താദ്, ഞങ്ങളെ ദോശ വിട്ടുപൊറുക്കോ, അള്ളാഹു വിട്ടുപൊറുക്കൊണ്ട് നബി തങ്ങളല്ലേ ചെന്നത്. ആ ഒരു പ്രസ്ഥാനത്തെ നേതാക്കളെ പേര് ചെന്നിട്ട് ഇവിടെ ചരിത്രം ചെന്ന് നോക്കിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്റെ ഈ സ്ഥാനത്തേക്ക് ഭരണമായത് ബഹുമാനപ്പെട്ട മിത്തബീൽ ഉസ്താദല്ലേ, സമസ്തയുടെ വൈസ് പ്രസിഡന്റായ ഞങ്ങളെ കണ്ണിൽ മുത്തായ, ഞങ്ങളെ പ്രശ്നക്ക് പരിഹാരം തരകൂ, ഞങ്ങളെ എല്ലാ കാര്യത്തേക്ക് ഞങ്ങൾ ഓടിയെത്തിയുണ്ടായ ബഹുമാനപ്പെട്ട മിത്തബീൽ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ചെറിയ മനുഷ്യമാമുമിനെ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗലാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ യഥാർത്ഥ പടച്ച തമ്പുരാന്റെ യഥാർത്ഥ മുഅ്മിന് ചെന്നങ്ങാർ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗലാ. നീ അവിടെ പോയിണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് കേക്കല്ല, നീ പൈസക്കാരാ, നീ പാവപ്പെട്ടവനെ കേക്കല്ല, നീ ബലിത്തവനെ നോക്കല്ല, കറുത്തവനെ നോക്കല്ല, നീ ബലിയമാ ചെറിയമാ നോക്കല്ല, നിന്റെ സീക്കന്ത് നോക്കല്ല, നിന്റെ റൂപ നോക്കല്ല. എല്ലാരും വിളിച്ചിട്ട് മുത്തതൈ പാറ്റിട്ട് അവന്റെ എന്ത് പ്രശ്നം ഇന്നെങ്കിൽ സ്വാന്തന ചെന്നിട്ട് അവന്റെ മനസ്സുകൊരു സമാധാനാക്കി കൊടുത്ത ഒരു കേന്ദ്ര ബന്ധുവിന്റെയല്ലേ ഞങ്ങളെ മിത്തവയില്. ആ മിത്തവയില് വഫാത്തുറ നാട് കണ്ടില്ലേ, അത് കണ്ടുമെയ്യാവുള്ള ഇവിടെ സമസ്ത ചെന്ന് എന്തുണ്ട് പഠിക്കുകയോ. ആൾമാര് ഒഴുകിയത് കണ്ടിട്ട് ബണ്ടുമാലി ഇൻസ്പെക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയെങ്കിൽ ഈ റായത്തങ്ങ് പോലും പോയിട്ട് 10 റായത്തങ്ങ് വന്നിട്ടില്ല, കേരളത്തങ്ങ് വന്നിട്ടില്ല, തമിഴ്നാടക വന്നിട്ടില്ല. ഈ കർണാടകയിൽ ദക്ഷിണ കന്നഡമോ അതേപോലെ കൊടക് ജില്ലയുടെ ആൾമാര് മാത്രം വന്നിട്ട് ഒഴുകി നിൽക്കുമ്പോ പോലും അവിടെ പോയിട്ട് ആ മയ്യത്തിനെ കാണുകാവാത്ത രൂപത്തിൽ ആൾമാര് വന്നുകൂടിയെങ്കിൽ അള്ളാഹു കൊടുത്ത കബൂലിയത്തായിട്ട് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ ചെല്ലല്ലേ. ഒരു ആലിമ മരിക്കറ ചൊല്ലുമ്പോ ഒരു കബീലയിലെ ഒരു കുടുംബത്തിലെ എല്ലാരും ആൾമാര് മരിക്കറാണ്ടി ഒരു ആലിമ മരിക്കുന്നതിന് ശ്രേഷ്ഠത ഉണ്ടുണ്ട്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മിത്തബീൽ ഉസ്താദ് വഫാത്തായപ്പോ ആൾമാര് ഒരുങ്ങി വന്നത് ഒരു കുടുംബക്കാര് എല്ലാരും മരിച്ചതിനേക്കാൾ, ഒരു റായത്തിറങ്ങ എല്ലാരും മരിച്ചതിനേക്കാൾ, ഒരു ഡിസ്ട്രിക്റ്റിൽ എല്ലാരും മരിച്ചതിനേക്കാൾ ഏറെ ആൾമാര് ഓടി വന്നിട്ട് ആ മയ്യത്ര ലാസ്റ്റർ മുഖം നോക്കുകയോ കാത്തുവച്ചിരുങ്ക. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം എന്ത് വരക്കൽ മുല്ലക്കോയെ തങ്ങൾ പിടിച്ച കൊടി പിടിച്ചതായിട്ടിക്കറ്, ആ സമസ്തത്തിന് വേണ്ടി ജാവും പോലെ കഷ്ടപ്പെട്ടത് കൊണ്ടായിട്ടിക്കറ്, SKSSF ശക്തി പകർന്നത് കൊണ്ടായിട്ടിക്കറ്, ഇവിടെ ബിദ്അത്തുകാർ പറയുമ്പോ അതൊക്കെ വേണ്ടിയുള്ള ശക്തമായ പലക ചെന്നത് കൊണ്ടായിട്ടിക്കറ്, അല്ലാഹു ഖബൂലിയത്ത് കൊടുത്ത കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട മുത്തബീൽ ഉസ്താദ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തത്തുല്യമായ കൊടുത്ത പ്രവർത്തകന്മാർ ഞങ്ങളെ ഗുരുപുര റേഞ്ചിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദം ഉസ്താദ് അല്ലാഹു തആല ഞങ്ങൾക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ജാവും പോലൊക്കെ അധ്വാനിച്ച് സമസ്തക്ക് വേണ്ടി അധ്വാനിച്ച് റേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ഓടിപ്പാടി നടന്ന ആൾമാരായിട്ട് ഇതിൽ ഒരു സദസ്യമുണ്ട്. ഒരു വയസ്സായ ഞങ്ങളെ മോദീൻ ഉസ്താദ് അയാൾ 10 കീഴിലെച്ചിട്ട് മേലേക്കുന്ന അയാളും ഒരുപാട് സമസ്തക്ക് വേണ്ടിയല്ല അധ്വാനിച്ച് ആൾമാരായിട്ട് ഉമറാക്കൾ ഉലമാക്കളൊക്കെ നേതൃത്വം കൊടുത്ത വലിയൊരു പ്രസ്ഥാനമായിട്ട് കണ്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈറും ബർക്കത്തും സലാമത്തും ഈമാനും സലാമത്താക്കൂ. ബഹുമാനപ്പെട്ട വിക്കായത്തോടെ പ്രവർത്തകന് ഫയാസ് മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ട് മരണപ്പെട്ടത് വിക്കായത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകനായിട്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ.
അതുകൊണ്ട് ചമ്മെന്ന് നാം വിശേഷിച്ചല്ല ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സലീമി അർഷദ് ഉസ്താദും അതുപോലെ തന്നെ മിത്തബേൽ ഉസ്താദ് റഹ്മാനും പിന്നെ ബഹുമാനപ്പെട്ട കുക്കിൽ ഉസ്താദൊക്കെ ബറുകൊണ്ട് നല്ല വാഴതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ തെല്ല് ആൾമാർ ബറുകു വേണ്ടി മാത്രമായിട്ട് തെല്ല് നീട്ടിപ്പോയ ആരെങ്കിലും ബേജാറായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുന്നുണ്ടോ. ബഹുമാനപ്പെട്ട ശംസുലുലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വഫാത്താവിടെ മുന്നിൽ നടന്നൊരു സംഭവമായിട്ട് പ്രാർത്ഥന സംഭവം നിങ്കുന്തിക്കു പ്രാർത്ഥന ദിനം ഞാൻ ഡിസംബർ 1 പ്രാർത്ഥന ദിന അതായിട്ട് വലിയ അങ്ങ് മരണപ്പെട്ടത് പോലും കുന്താവിടെ ചെന്നത് മരണപ്പെട്ടു പോണേൽ മുന്നലോ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് സമസ്തയുടെ മൺമറിഞ്ഞ ആൾമാർക്ക് വേണ്ടി പ്രാർത്ഥന ദിനം ഉണ്ടാക്കുന്ന ചെന്നിട്ട് ഫസ്റ്റ് പ്രാർത്ഥന ദിന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ പേടി ഞങ്ങൾക്ക് എന്തില്ല ഞങ്ങൾ ഉറച്ച തെരുവിലെ ഉള്ള